വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ ലൂക്കാ രചിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 22, 7 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. ശിഷ്യന്മാർ പെസഹ ഒരുക്കുന്നു. പെസഹ കുഞ്ഞാടിനെ ബലി കഴിക്കേണ്ടിയിരുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ദിനം വന്നു ചേർന്നു. യേശു പത്രോസിനെയും യോഹന്നാനെയും അയച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ പോയി നമുക്ക് പെസഹ ഭക്ഷിക്കേണ്ടതിന് ഒരുക്കങ്ങൾ ചെയ്യുവിൻ. അവർ അവനോട് ചോദിച്ചു, ഞങ്ങൾ എവിടെ ഒരുക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അവൻ പറഞ്ഞു, ഇതാ, നിങ്ങൾ പട്ടണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരുവൻ നിങ്ങൾക്കെതിരെ വരും. അവൻ പ്രവേശിക്കുന്ന വീട്ടിലേക്ക് നിങ്ങൾ അവനെ പിന്തുടരുക. ആ വീടിന്റെ ഉടമസ്ഥനോട് പറയുക, ഗുരു നിന്നോട് ചോദിക്കുന്നു, എന്റെ ശിഷ്യന്മാരോടുകൂടെ ഞാൻ പെസഹ ഭക്ഷിക്കുന്നതിനുള്ള വിരുന്നുശാല എവിടെയാണ്? സജ്ജീകൃതമായ ഒരു വലിയ മാളിക മുറി അവൻ നിങ്ങൾക്ക് കാണിച്ചു തരും. അവിടെ ഒരുക്കുക. അവർ പോയി അവൻ പറഞ്ഞതുപോലെ കണ്ടു. പെസഹ ഒരുക്കുകയും ചെയ്തു. പെസഹ ആചരണത്തിന്റെ ഒരുക്കം. യഹൂദന്മാരുടെ പെസഹ തിരുനാൾ ആ വർഷത്തേത് വന്നെത്തി. യേശുവിനെ സംബന്ധിച്ച് ആ പെസഹ തിരുനാൾ നിർണായകമായ ഒന്നും വളരെ പ്രാധാന്യത്തോടുകൂടെ യേശു നോക്കിക്കാണുന്നതും ഒന്നായിരുന്നു. കാരണം യേശുവിനെ നന്നായിട്ട് അറിയാം, ഈ മണ്ണിലെ തന്റെ ജീവിതത്തിലെ അവസാനത്തെ പെസഹ തിരുനാളാണ് അത് എന്ന്. അതിലൂടെയാണ് തന്റേതായിട്ടുള്ള ഉടമ്പടി ബന്ധത്തിൽ ഏർപ്പെടാൻ പോകുന്ന ആ നിർണായക സമയമെന്ന് യേശുവിനെ നന്നായിട്ട് അറിയാം. ഇത് ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെ ശിഷ്യപ്രമുഖനായ പത്രോസിനെയും ശിഷ്യ സമൂഹത്തിലെ ഇളയവൻ എന്ന രീതിയിൽ കരുതപ്പെടുന്ന യോഹന്നാനെയും പ്രത്യേക നിർദ്ദേശം കൊടുത്ത് പെസഹ തിരുനാളിന് വേണ്ട സജ്ജീകരണങ്ങൾ ചെയ്യാൻ വേണ്ടി അവരെ വിടുന്നു. അവർ യേശുവിനോട് ചോദിക്കുന്നു, എവിടെയാണ് ഞങ്ങൾ ഈ പെസഹ ഭക്ഷണം ഒരുക്കേണ്ടത് എന്നാണ് അങ്ങ് ആഗ്രഹിക്കുന്നത്? യേശു അതിനെ ഉത്തരമായിട്ട് അവരോട് പറയുന്നു, നിങ്ങൾ പട്ടണത്തിലേക്ക് പ്രവേശിക്കുക. അവിടെ നിങ്ങൾക്ക് അഭിമുഖമായി ഒരു മനുഷ്യൻ ഒരു കുടം വെള്ളവുമായിട്ട് വരുന്നതായിട്ട് നിങ്ങൾ കാണും. ആ മനുഷ്യനെ നിങ്ങൾ അനുധാവനം ചെയ്യുക. ആ മനുഷ്യൻ ഒരു വീട്ടിൽ പ്രവേശിക്കും. ആ മനുഷ്യൻ പ്രവേശിക്കുന്ന വീടിന്റെ കുടുംബനാഥനെ തിരക്കുക. ആ കുടുംബനാഥനോട് നിങ്ങളുടെ ആഗമന ഉദ്ദേശം വ്യക്തമായിട്ട് പറയുക. ആ കുടുംബനാഥൻ നിങ്ങൾക്ക് അപ്പോൾ സജ്ജീകൃതമായിട്ടുള്ളൊരു മാളിക മുറി കാണിച്ചു തരും. അവിടെ നമുക്ക് ഈ കൊല്ലത്തെ പെസഹ തിരുനാളിന് ആവശ്യമുള്ള എല്ലാ സജ്ജീകരണങ്ങളും നിങ്ങൾ ചെയ്യുക. കൃത്യമായിട്ട് യേശുവിന്റെ നിർദ്ദേശം അനുസരിച്ച് പത്രോസും യോഹന്നാനും പ്രവർത്തിക്കുന്നു. യേശു പറഞ്ഞ രീതിയിൽ ഒരു കുടം വെള്ളവുമായിട്ട് ആ മനുഷ്യനെ അവർ വഴിയിൽ കണ്ടുമുട്ടുന്നു. വീട്ടിലേക്ക് പോകുന്നു. അവരുടെ ആ സന്ദർശനോദ്ദേശം വെളിപ്പെടുത്തുന്നു. കുടുംബനാഥൻ അവരെ അതിഥിയായിട്ട് സ്വീകരിച്ചുകൊണ്ട് തന്നെ മാളിക മുറി കാണിച്ചു കൊടുക്കുന്നു. അവിടെ ശിഷ്യന്മാർ ആ കുടുംബനാഥന്റെയും കൂടി സഹകരണത്തോടുകൂടെ ആ കൊല്ലത്തെ പെസഹ ഭക്ഷണത്തിനായി വേണ്ട ക്രമീകരണം ചെയ്തു എന്നുള്ളതാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ വ്യക്തമാക്കപ്പെടുന്ന യാഥാർത്ഥ്യങ്ങൾ.